ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ട് വിഷയത്തിൽ വീണ്ടും CPM സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച പി. ജയരാജൻ. രേഖാമൂലം പരാതി നൽകിയിട്ട് നേതൃത്വം എന്ത് നടപടി സ്വീകരിച്ചു എന്നായിരുന്നു പി. ജയരാജന്റെ ചോദ്യം. പരാതി പരിശോധിച്ചു വരികയാണെന്ന വിഷയം ഗൗരവമായി കാണുന്നുണ്ട് എന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിൽ വെച്ചാണ് ഇ.പി. ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതി പി. ജയരാജൻ വീണ്ടും ഉന്നയിച്ചത്. 2022 നവംബറിൽ തെറ്റിദ്ധരിക്കൽ രേഖ ചർച്ച ചെയ്ത സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നയിച്ച വിഷയം നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരം എഴുതി നൽകിയിട്ടും എന്ത് നടപടിയെടുത്തുവെന്ന പി. ജയരാജന്റെ ചോദ്യം സംസ്ഥാന സമിതിയെ ഞെട്ടിച്ചു. പി. ജയരാജൻ ആരോപണം ആവർത്തിക്കുമ്പോൾ ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്നില്ല. വാക്കാൽ ഉന്നയിച്ച ആക്ഷേപം എഴുതി തന്ന് കാലങ്ങളായിട്ടും എന്ത് നടപടി സ്വീകരിച്ചെന്ന ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ നേതൃത്വത്തിനും നിർവാഹമില്ലാതായി. പരാതിയിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മതിച്ചു. എന്നാൽ പരാതി ഉപേക്ഷിച്ചിട്ടില്ല, പരിശോധിച്ചു വരികയാണെന്നും സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകി. പരാതി ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇതോടെയാണ് പി. ജയരാജന്റെ അപ്രതീക്ഷിത നീക്കം സൃഷ്ടിച്ച അമ്പരപ്പിൽ നിന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ മുക്തരായത്. എങ്കിലും നേരത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും ഉന്നയിച്ച വിഷയം പി. ജയരാജൻ വീണ്ടും എടുത്തിട്ടതിന്റെ പൊരുളറിയാതെ അവർ കുഴങ്ങി. പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിച്ച് ഇ.പി. ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമാണ് പി. ജയരാജൻ നടത്തുന്നതെന്നാണ് ഇ.പി. അനുകൂലികളുടെ ആക്ഷേപം. അതുവഴി സംസ്ഥാന സെക്രട്ടറിയിൽ അംഗമാകാനാണ് പി. ജയരാജൻ ശ്രമിക്കുന്നതെന്നും ഇ.പി.ക്കൊപ്പമുള്ളവർ ആരോപിക്കുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.